അപ്പോൾ ഇന്ന് നമ്മൾ കങ്കുവയിലൊരു പുതിയ സോങ് ഇറങ്ങിയിട്ടുണ്ട്, മഞ്ഞിപ്പ്. നമുക്ക് ആ സോങ് ഒന്ന് കേട്ടു നോക്കാം അല്ലേ? അതിൻ്റെ ലിറിക് വീഡിയോ നമുക്ക് അതൊന്ന് കണ്ടുനോക്കാം. വിഷ്വൽസ് കാണുമായിരിക്കും. വിഷ്വൽ ഉണ്ടാവും കുറച്ച്, അതായത് നമുക്കൊന്ന് കണ്ടു നോക്കാം. എനിക്ക് തോന്നുന്നത് ആ കൊച്ചിൻ്റെ അച്ഛനെ സൂര്യ കൊന്നു, ഇത് മഞ്ഞിപ്പി വയ്ക്കാന്ന് തോന്നുന്നു. മേ ബി അങ്ങനെ ആവാം. അബദ്ധത്തിൽ കൈകൊണ്ട് മരിച്ച അത് തന്നെ, അതായത് പുള്ളിയുടെ കൈകൊണ്ട് മരിക്കപ്പെടാം, കൊല്ലപ്പെട്ടിട്ട് ഒരു മഞ്ഞിപ്പ്. അതെ, അതാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ 5.5 മിനിറ്റ് ഉണ്ട് പാട്ട്. എനിക്ക് തോന്നുന്നു പടത്തിൽ ഫുൾ ഫ്ലെഡ്ജ് 5.5 മിനിറ്റ് ബാക്ക്ഗ്രൗണ്ട് ചിലപ്പോൾ ഈ മറ്റേ ആ ഒരു ഹമ്മിങ് ഒക്കെ ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ട് അതെ ഇവന്റിൽ അങ്ങനെ പോകുന്നതായിരിക്കണം കുറച്ച്. പിന്നെ മൊണ്ടാജ് സോങ് ആവാനാണ് ചാൻസ് അല്ലേ? മൊണ്ടാജ് ആണ്, യാത്ര മൊണ്ടാഷ് ആണല്ലോ. മറ്റേ ആ കൊച്ചിനെ അവൻ കൊണ്ടു നടക്കുന്ന സംഭവമാണല്ലോ കുറെ കൂടി. അതെ, ആ കൊച്ചിനോട് മഞ്ഞിപ്പ് എന്ത് ചെയ്താൽ എന്നോട് ക്ഷമിക്കും എന്നുള്ള ലൈനിലാണ്. ഈ കൊച്ചാണോ കാർത്തിയായിട്ട് വരുന്നതിന്? കാർത്തി ഉണ്ടോ ഇല്ല എന്നുള്ളത് തീരുമാനമായിട്ടില്ലല്ലോ. അല്ല, നമ്മളൊരു കേസാണല്ലോ. റൂമറുകളുടെ ഈ ഒരു കളിയാണ്. അല്ല, വില്ലൻ ഈ കൊച്ചിനെ എടുത്തിട്ട് അങ്ങനെ മന്നിക്കരുത്, അവസാനം മറ്റേ അച്ഛനെ കൊന്നവരോട് മന്നിക്കരുത്, ഇത് മറ്റേ ഗോട്ടിന്റെ പുതിയ അതെ അങ്ങനെയൊന്നല്ല ഇത്. ആക്ച്വലി നോക്കാം. ഇപ്പൊ ഏതായാലും ഇപ്പൊ അടുത്ത ആഴ്ച പടം റിലീസ് അടുത്തെത്തിയിരിക്കുന്നു. അടുത്ത 14-ാം തീയതി പടം റിലീസാണ്. ആക്ച്വലി കേരളത്തിൽ തന്നെ എല്ലാ തിയേറ്ററും പടം ഇത് തന്നെ കങ്കുവ തന്നെ 2000 ഷോസാണ് പറഞ്ഞേക്കുന്നത്. അത് മറ്റേ ഹയസ്റ്റ് ഞാൻ കണ്ടായിക്കോന്ന്. ഇതില് അടിക്കും എന്നുള്ള ലൈനാണ്. എന്തായാലും കാണാം, തിയേറ്ററിലാണ്. ഈ അടുത്ത കാലത്ത് ഇത്രയും ഹെവിലി ഹൈപ്ഡ് ഒരു പടം കുറവാണ്. ഇതിനകത്താണെന്ന് തോന്നുന്നു കൂടുതൽ മറ്റേ വാട്ടർ സീക്വൻസ്, കുറച്ച് വലിയ ഏരിയ കാണിക്കുന്നത്. അതിപ്പോൾ ട്രെയിലറിനകത്തുണ്ടല്ലോ ഈ പറഞ്ഞ പോലെ മറ്റേ ഷിപ്പ്, മുതല, അങ്ങനെ ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നല്ലോ. സ്വാമ്പ് പോലത്തെ പരിപാടിയാണ് ഞാൻ വിചാരിച്ചത്. മറ്റേ മുതലയെ കാണിച്ചപ്പോഴത്തേക്ക് അത് കുറച്ച് മുതലായിട്ടൊരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ആ ഷിപ്പും എനിക്ക് പ്ലേസ് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു. ഇതിൻ്റെ കാട് പിന്നെ ഷിപ്പ്. 3 സോങ്ങും 3 ടൈപ്പ് അല്ലേ? അതായത് മറ്റേത് കുറച്ചുകൂടെ ഹൈപ്പ് സോങ്ങും ഇത് കുറച്ചുകൂടെ ഒരു മെലോ, കുറച്ചുകൂടെ പടത്തിനൊരു റെസ്റ്റിംഗ് പ്ലേസ് ഉണ്ടാവും എന്ന് തോന്നിക്കത്ത രീതിയിലുള്ള സോങ് ആണ്. കുറച്ചൊരു സ്ലോ ഒരു സ്പേസ് ഉണ്ടാവും, കുറച്ച് ഇമോഷണൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ടെന്ന് തോന്നിക്കത്തൊക്കെ ഒരു സ്പേസ് ആയത്. പക്ഷേ മറ്റേത് യോളോ ഇതിലൊക്കെ വ്യത്യസ്ത. അത് ഇനിഷ്യൽ പടം തുടങ്ങിയ ആദ്യത്തെ കുറച്ച് സ്റ്റാർട്ടിംഗ് സോങ് ആയിരിക്കും. ഇനി ഇറങ്ങാൻ കിടക്കുന്ന പറയുന്നത് പാട്ടുകൾ ആണോ? ഇനിയിപ്പോൾ ഉടനെ എനിക്ക് തോന്നുന്നു പടം ഇറങ്ങുന്നതിന് മുമ്പ് എല്ലാ പാട്ടും ഒന്നും ഇറങ്ങത്തില്ലായിരിക്കും. ഒന്നുകിൽ ചിലപ്പോൾ ജുക്ക് ബോക്സ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ഫുൾ സോങ് ഒരു ഇതായിട്ട് ഇറങ്ങുമായിരിക്കും. ഇനി പടത്തിന്റെ ക്രിട്ടിക്കൽ പോർഷൻ വിഷ്വൽസ് ഉള്ള സോങ് ഒക്കെ പടം ഇറങ്ങിക്കേണ്ട 2 ആഴ്ച കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യും. അപ്പോൾ ഇനിവേ 14-ാം തീയതി സിനിമ റിലീസാണ്. നമ്മൾ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതും 3Dയിൽ തന്നെ നമ്മൾ കാണുന്നതായിരിക്കും. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കങ്കുവ ഇൻ 3D.